ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് ആ ഒരു ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ആണ് കൃത്യമായിട്ട് പറയുന്നത്. അത് പറയുന്ന സെക്ഷനാണ് റൂൾ 53 എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. ഫസ്റ്റ് കാര്യം വേർഡ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് വെയറെവർ ആപ്ലിക്കബിൾ ഇൻഡിക്കേറ്റഡ് പ്രൊമിനൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. ഇപ്പോൾ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ സംഭവിച്ചതിന് എഗൈൻസ്റ്റ് ആയിട്ടാണോ, അല്ല എങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കുറച്ച് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, ദെൻ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ടാക്സ് എമൗണ്ട് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണോ ഈ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, കുറച്ച് ടാക്സ് റേറ്റിലാണോ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തേക്കുന്നത്, ബാക്കിയുള്ള ടാക്സ് റേറ്റിലും ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയാണോ ഈ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയാണ് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതേ സെയിം രീതിയിൽ ഇദ്ദേഹം എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ സെയിൽസ് റിട്ടേൺ സംഭവിച്ചതിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കണമെങ്കിൽ ആ സെയിൽസ് റിട്ടേൺ സംഭവിച്ചതിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അല്ല എങ്കിൽ എന്താണ് ഈ ഒരു ഗുഡ്സോ സർവീസോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, ഈ ഒരു ഗുഡ്സോ സർവീസോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ ഗുഡ്സോ സർവീസോ കസ്റ്റമറിന് വിട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയേക്കാൾ കൂടുതൽ ടാക്സ് എമൗണ്ടിൽ കൂടുതൽ ടാക്സബിൾ വാല്യൂവിൽ ആശില പ്രോഡക്റ്റിൻ്റെ ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ആശിലുള്ള അതിൻ്റെ വിലയേക്കാൾ കൂടുതൽ ടാക്സബിൾ വാല്യൂവിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതോ കൂടുതൽ ടാക്സ് സ്ലാബ് റേറ്റിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്താണോ ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ ജി എസ് ടിയുടെ അകത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് വിറ്റ് 12% പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റേറ്റ്, പക്ഷേ 18% ടാക്സ് റേറ്റിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ടാക്സ് എമൗണ്ട് തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്ന ആ സന്ദർഭത്തിലാണോ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണ് ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ടും, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ നെയിമും അതുപോലെ തന്നെ അയാൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അയാളുടെ ജി എസ് ടി നമ്പർ, സ്റ്റേറ്റ് കോഡ്, അഡ്രസ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അദ്ദേഹത്തിന് ജി എസ് ടി നമ്പർ ഇല്ലായെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി അടുത്ത കാര്യം നേച്ചർ ഓഫ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഡെബിറ്റ് നോട്ടാണോ ഇഷ്യൂ ചെയ്യുന്നത്, ക്രെഡിറ്റ് നോട്ടാണോ ഇഷ്യൂ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ടാക്സ് ഇൻവോയ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഡെബിറ്റ് നോട്ടിനും ക്രെഡിറ്റ് നോട്ടിനും ഒരു കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്ത് സപ്ലയർ കൊടുക്കുന്നത്, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും വാങ്ങുന്നത് ഏത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏത് കസ്റ്റമറാണോ ആ ഒരു കസ്റ്റമറുടെ നെയിം, അഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജി എസ് ടി നമ്പർ, സ്റ്റേറ്റ് കോഡ് എന്നിവ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അദ്ദേഹത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമും അഡ്രസ്സും സ്റ്റേറ്റ് കോഡും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും പറഞ്ഞിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ പർച്ചേസ് റിട്ടേൺ അഗൈൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേണിന് വേണ്ടിയോ ആണെങ്കിൽ, ഏത് പർച്ചേസ് റിട്ടേണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏത് പർച്ചേസ് ഇൻവോയ്സിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ആ ഡെബിറ്റ് നോട്ടിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് പർച്ചേസ് ഇൻവോയ്സിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ആ പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഡേറ്റ് ഏത്, സീരിയൽ നമ്പർ ഏത് പ്രൊഡക്റ്റാണ് മുതലായ എല്ലാ കാര്യങ്ങളും മസ്റ്റായിട്ടും ആ ഡെബിറ്റ് നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി ഒരു സെയിൽസ് ഇൻവോയ്സിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ, സെയിൽസ് റിട്ടേൺ എഗൈൻസ്റ്റ് ആയിട്ടാണ് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ സെയിൽ നടന്നപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൻ്റെ നമ്പർ, ഇൻവോയ്സിൻ്റെ ഡേറ്റ്,
മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതായത് പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ എഗനസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പർച്ചേസ് ഇൻവോയ്സും ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്ന പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും പർച്ചേസ് റിട്ടേണോ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേണോ സംഭവിച്ചതിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ സപ്ലൈ നടന്നിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ ടാക്സിബിൾ വാല്യൂയും അതുപോലെ തന്നെ GST സ്ലാബ് റേറ്റും ടാക്സ് ടൈപ്പുകളും ടാക്സ് എമൗണ്ടുകളും സെപ്പറേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് കൃത്യമായിട്ടും ഈ ഒരു ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. 10 രൂപ വിലയുള്ള പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 2 രൂപ ടാക്സ് എമൗണ്ട്. ഞാൻ പർച്ചേസ് റിട്ടേൺ ചെയ്തു. 5 രൂപ ഇതിൽ നിന്നും 5 രൂപ വിലയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് റിട്ടേൺ ചെയ്തു. 1 രൂപ ടാക്സ് എമൗണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ടാക്സ് പർച്ചേസ് ഡെബിറ്റ് നോട്ടിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. എത്ര രൂപയുള്ള പ്രോഡക്റ്റാണ് പർച്ചേസ് റിട്ടേൺ ചെയ്തേക്കുന്നത്, എത്ര രൂപയാണ് ടാക്സ് എമൗണ്ട്, ഏത് പർച്ചേസ് ഇൻവോയ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡെബിറ്റ് നോട്ട് ഞാൻ കൊടുക്കുന്നത്, ഇത് ഏത് സ്ഥലത്തേക്കാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ നടന്നേക്കുന്നത് മുതലായ എല്ലാ കാര്യങ്ങളും ഡെബിറ്റ് നോട്ടിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതേ സെയിം രീതിയിൽ ക്രെഡിറ്റ് നോട്ടിലും കൃത്യമായിട്ട് പറയുന്നുണ്ടാകണം. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ സിഗ്നേച്ചറും സപ്ലയറുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ കൃത്യമായിട്ടും എവിടെ കാണിച്ചിട്ടുണ്ടാകണം? ഈ ഒരു ഡെബിറ്റ് നോട്ടിലോ ക്രെഡിറ്റ് നോട്ടിലോ ഇഷ്യൂ ചെയ്തെടുക്കുന്ന ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകണം. അതായത് ഈ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ നെയിമോ അതുപോലെ തന്നെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം ഈ ഒരു ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും മെൻഷൻ ചെയ്യേണ്ട കണ്ടൻറ്റുകൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതാണെന്ന്, സപ്ലയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ നമ്പർ അടക്കം, ഇനി ഈ ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ എന്നുള്ളത് കൊടുക്കുക, അതിൻ്റെ കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ കൊടുക്കുക, ഏത് ഡേറ്റിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് കൊടുക്കുക, വാങ്ങുന്ന ഈ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് കൈപ്പറ്റുന്ന റെസിപ്പിയൻ്റെ നെയിം, അഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഏത് സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണിൻ്റെ കാര്യത്തിലാണ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഏത് പർച്ചേസ് ഓർ സെയിൽസ് ഇൻവോയ്സിന് എഗനസ്റ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്, ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി അടുത്ത കാര്യമാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ. റിവേഴ്സ്ഡ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് സാർ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. GSTയുടെ അകത്ത് റിവേഴ്സ്ഡ് ഇൻവോയ്സ് 3 സന്ദർഭങ്ങളിലാണ് പ്രധാനമായിട്ടും ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത്. അത് ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അയാൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. എന്നാൽ ആ ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ ഒരു ദിവസം അപേക്ഷ വെച്ചു. അദ്ദേഹത്തിന് അപേക്ഷ വെച്ചിട്ട് 15 ദിവസത്തിനുള്ളിലാണ് എന്ത് കിട്ടുന്നത്? GST രജിസ്ട്രേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതിനുശേഷം മാത്രമേ അദ്ദേഹം നടത്തുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം GST രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിച്ചു. അന്ന് മുതൽ 15 ദിവസത്തിനുള്ളിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് കിട്ടുകയുള്ളൂ? GST രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ കാലയളവിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ടാക്സിബിൾ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുകയാണെങ്കിൽ ആ ഒരു സപ്ലയർക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാവുന്ന ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം GST രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിച്ചിട്ട് GST രജിസ്ട്രേഷൻ കിട്ടുന്നതോടും വരെയുള്ള കാലയളവിൽ നടത്തുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സന്ദർഭം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സന്ദർഭം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുന്നു. GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർക്ക്. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കസ്റ്റമറിന് കൊടുക്കാവുന്ന ഈ അൺരജിസ്റ്റേർഡ് സപ്ലയറിന് കൊടുക്കാവുന്ന ഇൻവോയ്സിൻ്റെ പേരാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സിൻ്റെ സർവീസിന് വിതരണം നടത്തുന്നു. GSTയുടെ രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു അൺരജിസ്റ്റേർഡ്
കസ്റ്റമർക്ക്. ഓക്കെ, അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക്. അങ്ങനെയുള്ള കസ്റ്റമർക്ക് ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും വില കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും കാശ് വാങ്ങാൻ വേണ്ടി ഈ ഒരു സപ്ലയർക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബേസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന റിബേസ്ഡ് ഇൻവോയ്സിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരൊറ്റ വിതരണത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് 2,50,000 താഴെ ആയിരിക്കണം. ഇപ്പോൾ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ വിതരണം ചെയ്ത് കൊടുക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് ഒരൊറ്റ ടാക്സബിൾ ഇൻവോയ്സ് ഒരൊറ്റ റിവേഴ്സ്ഡ് ഇൻവോയ്സിൻ്റെ അകത്ത് 2,50,000 രൂപയിൽ കൂടാൻ പാടില്ല ഞാൻ വിതരണം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൂല്യം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ മൂല്യമുള്ള ഗുഡ്സോ സർവീസോ ആണ് ഞാൻ ഈ ഒരു അൺരജിസ്റ്റേർഡ് ഡീലർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് 2 ഇൻവോയ്സിലായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കണം. അതായത് എനിക്ക് 2,50,000 രൂപയും മുകളിലുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണമാണ് GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ നടത്തുന്നതെങ്കിൽ അതിന് അദ്ദേഹം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് അത് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന ഇൻവോയ്സ് ടാക്സിബിൾ ഡോക്യുമെൻ്റ് അല്ല. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ഇൻവോയ്സ്ഡ് ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷന് അപേക്ഷ വെച്ചിട്ട് ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷന് വേണ്ടി ഒരു അപേക്ഷ വെച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല? അദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ കിട്ടിയില്ല. ആ ഒരു പർട്ടിക്കുലർ കാലയളവിൽ അദ്ദേഹം നടത്തുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അദ്ദേഹം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദർഭം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അൺരജിസ്റ്റേർഡ് ഡീലർക്ക് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഇൻവോയ്സിൻ്റെ പേരാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. റിവേഴ്സ്ഡ് ഇൻവോയ്സിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്റ്റേർഡ് ഡീലർ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ മൂല്യം ഒരൊറ്റ ഇൻവോയ്സിൽ 2,50,000 കൂടുതൽ കൂടാൻ പാടില്ല. ഇനി അദ്ദേഹം വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 2,50,000 മുകളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് 2 ഇൻവോയ്സിലായിട്ടായിരിക്കണം മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് റിവേഴ്സ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ നടത്തുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. കാരണം സെക്ഷൻ 74 ഓർ സെക്ഷൻ 129 സെക്ഷൻ 130 പ്രകാരമുള്ള ടാക്സബിൾ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ രീതിയിൽ നടക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രജിസ്റ്റേർഡ് ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു ടാക്സബിൾ ഗുഡ്സ് വിതരണം ചെയ്തു ഒരു അൺരജിസ്റ്റേർഡ് ഡീലർക്ക്. ഞാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ആ അൺരജിസ്റ്റേർഡ് ഡീലർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് ഇൻവോയ്സ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വിതരണത്തിൽ അങ്ങനെ വിതരണം ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായിട്ട് എനിക്ക് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് റിവേഴ്സ്ഡ് ഇൻവോയ്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇനി അടുത്ത കാര്യമാണ് ടാക്സ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ റൂൾ 54. അതായത് GSTയുടെ അത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആളുകൾ അതേവരെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ട് അവരുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹോൾഡേഴ്സിന് അത് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ റൂൾ 54 പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് മുതലായ കാര്യങ്ങളാണ് ഈ ഒരു റൂള് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നെയിം, അഡ്രസ്സ്, GST നമ്പർ ഓഫ് ദി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ഈ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൽ മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം ഏത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ GST നമ്പർ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കോഡ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക.
പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സിനും ഇൻവോയ്സിനും മസ്റ്റായിട്ട് എന്തുണ്ടാകും, ഒരു കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. അത് ഏത് ഡേറ്റിലാണ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, ഏത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്തിനാണ് ഈ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലൊരു സർവീസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഞാൻ അതുവഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തെടുക്കുന്നു. അതിനുശേഷം ആ ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഞാൻ എൻ്റെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന ക്രെഡിറ്റ്, അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എൻ്റെ ബ്രാഞ്ചുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് ഷോ ചെയ്തിട്ടുണ്ടാകണം ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വാങ്ങുന്ന ബ്രാഞ്ച് ഓഫീസിൻ്റെ റെസിപ്പിയൻസിൻ്റെ നെയിം, അവർക്ക് അഡ്രസ്സ്, അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരുടെ GST നമ്പർ കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി എത്ര രൂപയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വീതം വെച്ച് കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ടും ആ ഒരു ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതുകൂടാതെ തന്നെ ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ സിഗ്നേച്ചറും ഡിജിറ്റൽ സിഗ്നേച്ചറും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. എന്തിനാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെൻറ്റിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നത് ഷോ ചെയ്യുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കണ്ടൻറ്റ്, ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ നെയിം, അഡ്രസ്സ്, GST നമ്പർ, സ്റ്റേറ്റ് കോഡ് എന്നിവ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ആ ഒരു ഇൻവോയ്സിൻ്റെ കൺസെപ്റ്റ് സീരിയൽ നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഏത് ദിവസമാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. ഇവരുടെ കയ്യിൽ നിന്നും, ഈ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കൈപ്പറ്റിയിരിക്കുന്ന റെസിപ്പിയൻസിൻ്റെ നെയിം, അഡ്രസ്സ്, അവർക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. എത്ര എമൗണ്ടാണ് ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൈപ്പറ്റിയേക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. ഈ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചറും കൃത്യമായിട്ടും അതിൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.